പൊതുജനാരോഗ്യ പ്രവർത്തക കൂടിയായ ഡോക്ടർ സൗമ്യ സരിൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ സൂര്യാതപം ഏൽക്കുന്നത് കുറച്ച് കൂടുതൽ കുട്ടികളിലായിട്ടുണ്ട്. കുട്ടികളുമായിട്ടൊക്കെ ബന്ധമുള്ള എനിക്ക് തോന്നുന്ന ഒരു പീഡിയാട്രീഷ്യൻ കൂടിയാണ് അല്ലേ ഗോപികൃഷ്ണൻ? ഡോക്ടർ സൗമ്യ. അപ്പോൾ ഡോക്ടർ സൗമ്യ സരിൻ നമുക്കൊപ്പം വരുന്നു, ലൈവായിട്ട് വരുന്നു. ഡോക്ടർ സൗമ്യ, ഒരുപക്ഷെ ഈ കുട്ടികൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഡോക്ടർ സൗമ്യയുടെ അഭിപ്രായം? നമസ്കാരം, താങ്കൾക്ക് 24 ഗ്രാൻഡ് ഡിബേറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു എസ് കെ. താങ്കൾ പറഞ്ഞ പോലെ വളരെ കറക്റ്റ് ആണ്. അതായത് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളുമാണ് ഏറ്റവും കൂടുതൽ ഇതിലൊരു വൾനറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ താങ്കൾ. ഓക്കെ. സോ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ചെറിയ കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്ന ആളുകളെയുമാണ്. നമ്മൾ ഏതൊരു അസുഖം പറയുമ്പോൾ ഇപ്പൊ കോവിഡിൽ നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, അവരായിരുന്നു ഒരു വൾനറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കുട്ടികളുടെ സർഫസ് ഏരിയ ബാക്കിയുള്ള ആളുകളെ അപേക്ഷിച്ചിട്ട് അറിയാലോ, അവരുടെ ബോഡി സർഫസ് ഏരിയ വളരെ ചെറുതായതുകൊണ്ട് കൂടി ചെറിയ ബേൺസ് പോലും വലിയ രീതിയിൽ, അത് ആ പെർസെന്റേജ് കൂടുതലായിട്ടാണ് വലിയ ആളുകളെ അപേക്ഷിച്ച് കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തില് കുട്ടികൾക്ക് ലീവ്, വെക്കേഷൻ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം മാക്സിമം കുട്ടികൾക്ക് നേരിട്ട് സൂര്യപ്രകാശത്തിന്റെ ആ ഒരു എഫക്ട് ഉണ്ടാവാത്ത രീതിയിൽ അവരെ മാക്സിമം വീട്ടിൽ തന്നെ ഇൻഡോഴ്സ് ആയിട്ട് വെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് മുതിർന്ന ആളുകൾ, ഒരു 50-55 വയസ്സിന് ശേഷമുള്ള, മാക്സിമം 60 വയസ്സിന് ശേഷമുള്ള വയോജനങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ എല്ലാവരും വെള്ളം കുടിക്കാൻ, ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കേട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും ഒരു ദിവസം മിനിമം ഒരു 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിൽ വൃക്കരോഗികളും ഹൃദ്രോഗികളെയും ഞാൻ മാറ്റി നിർത്തുകയാണ്. അവർക്ക് ഒരു ദിവസം കുടിക്കാവുന്ന വെള്ളത്തിൽ അളവുകൾ ഉണ്ടായിരിക്കും. അതല്ലാതെ നോർമൽ ആരോഗ്യസ്ഥിതിയുള്ള എല്ലാവരും മിനിമം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സൂര്യാതപം ഏറ്റ കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവരുടെ ചികിത്സ എങ്ങനെയാണ്? അതായത് സൂര്യാതപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 2 എണ്ണമായിട്ട് തരംതിരിക്കേണ്ടതായിട്ട് വരും. ഒന്ന് സൺ ബേൺ, നമ്മള് സൂര്യാതപം എന്ന് പറയുന്നത്. മറ്റേത് സൂര്യാഘാതം, അതായത് സൺ സ്ട്രോക്ക്. അപ്പോൾ ഇപ്പൊ ഈ മരണമൊക്കെ ഉണ്ടാവുന്നത് സൺ സ്ട്രോക്ക് മൂലമാണ്. ഇതിലെ രണ്ടിലെയും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൺ ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ട് UV റേസ് നമ്മുടെ തൊലിപ്പുറത്ത് ഉണ്ടാക്കുന്ന ബേൺസ് ആണ് പ്രധാനമായിട്ടും സൺ ബേൺ. അതിനുണ്ടാവുന്നത് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണിക്കുന്നത് സൺ ബേൺ ആണ്. അതായത് അദ്ദേഹത്തിന്റെ തൊലിപ്പുറത്ത് നല്ല രീതിയിൽ ബേൺസ് ആയി, അത് ആ ഒരു പൊള്ളലേറ്റ പോലെയാണ് ഈ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവാം. ശരിക്കും നമുക്ക് പൊള്ളലേൽക്കുന്ന പോലെ തന്നെ ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യാം. പക്ഷെ ഇത് തൊലിപ്പുറത്ത് മാത്രമാണ്. നമ്മൾ മാക്സിമം അത് ആ തൊലിയുടെ പുറത്ത് നമുക്ക് അലോവേര ജെല്ല് പോലെയുള്ള ജെല്ലുകളൊക്കെ തേക്കുക. അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ അവരെ കൂളായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക. ബോഡി കാം ഡൗൺ ചെയ്യിക്കാൻ, കൂൾ ഡൗൺ ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും നമ്മൾ ഐസ് വെക്കരുത്. ഈ പറയുന്ന സ്കിന്നിന് മുകളിൽ നേരിട്ട് ഐസ് വെക്കരുത്. അതിന് പകരം തണുത്ത വെള്ളത്തിൽ കോട്ടൺ തുണി മുക്കിക്കൊണ്ട് സ്പഞ്ച് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഐസ് ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് സ്പഞ്ച് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കൂൾ ഡൗൺ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ സൺ ബേണിൽ ആ ഒരു തൊലിപ്പുറത്ത് മാത്രമാണ്, വേറെ രീതിയിൽ സിസ്റ്റമിക് ആയിട്ട് വേറെ അവയവങ്ങളൊന്നും ഇതിൽ ബാധിക്കപ്പെടുന്നില്ല. എന്നാൽ സൺ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസി ആണ്. ഇത് തന്നെ കുറച്ചുകൂടി സീരിയസ് ആവുന്ന സിറ്റുവേഷൻ ആണ് സൺ സ്ട്രോക്ക്. ഇപ്പൊ മരണം ഉണ്ടാവുന്നത് സൺ സ്ട്രോക്ക് മൂലമാണ്. അതായത് തൊലിപ്പുറത്ത് മാത്രമല്ല, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, ആന്തരികമായ അവയവങ്ങൾ കൂടി അഫക്റ്റഡ് ആവുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ബ്രെയിൻ ആണ് ഇതിൽ അഫക്റ്റഡ് ആവുന്നത്. സൺ ബേണില് നമ്മുടെ ശരീരം അപ്പോഴും നമ്മുടെ കോർ ടെമ്പറേച്ചറിനെ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ തെർമോ റെഗുലേഷൻ എന്ന് പറയും. നമ്മുടെ ശരീരത്തിന് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ നോർമൽ ആക്കി വെക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിയർക്കുന്നതൊക്കെ. അപ്പോൾ ആ വിയർപ്പ് നമ്മുടെ കൂൾ ഡൗൺ ചെയ്യിക്കാനുള്ള ശരീരത്തിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു തെർമോ റെഗുലേറ്ററി മെത്തേഡാണ്. എന്നാൽ സൺസ്ട്രോക്കിന്റെ സമയത്ത് ഈ തെർമോ റെഗുലേറ്ററി മെത്തേഡ് കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയി പോകും. നമ്മുടെ ശരീരത്തിന് സ്വന്തം കോർ ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ മോർ ദാൻ 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോവുകയും അപ്പൊ ഈ പെർസ്പിരേഷൻ അഥവാ സ്വെറ്റിംഗ് ഉണ്ടാവില്ല. ശരീരം ഇങ്ങനെ
ചൂട് പിടിച്ച് 40 ഡിഗ്രിയിൽ മുകളിൽ ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ബ്രെയിനിനെ അഫക്ട് ചെയ്യും. അപ്പോഴാണ് അവര് ഓൾട്ടേർഡ് സെൻസോറി ഉണ്ടാവും, അവരുടെ ആ ബോധമണ്ഡലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, അവര് പരസ്പര ബന്ധമില്ലാതെ പെരുമാറുക, സംസാരിക്കുക, അവസാനം അവര് ഫെയിന്റ് ചെയ്ത് അൺകോൺഷ്യസ് ആയി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഈ ഒരു ഇതെന്ന് പറയുന്നത് വളരെ അധികം ഒരു എമർജൻസിയാണ്. ഇത് നമുക്ക് ഒരിക്കലും വീട്ടിൽ വെച്ചിട്ടൊന്നും പെട്ടെന്ന് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. ഉടൻ തന്നെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ ബോധമണ്ഡലത്തിൽ വ്യത്യാസം വരുമ്പോൾ ഒരിക്കലും നമ്മൾ അവരുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനോ വെള്ളം കുടിപ്പിക്കാനോ ശ്രമിക്കരുത്. കാരണം അത് ആസ്പിറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ഒരു ആശുപത്രിയിലാണ് ബാക്കി ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.